ഒന്നാമത് ഞാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളല്ല, രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുമല്ല, എനിക്ക് പ്രത്യേക രാഷ്ട്രീയവും ഇല്ല. ഒരു കലാകാരന് രാഷ്ട്രീയം ഉണ്ടാകരുതെന്ന് വിശ്വസിക്കുന്ന ആളും കൂടെയാണ് ഞാൻ. കാര്യം കലാകാരനൊരു പൊതു സ്വത്താണ്. അപ്പൊ എല്ലാ ആൾക്കാരും ഒരുപോലെ കാണേണ്ടതാണ്. എനിക്ക് രാഷ്ട്രീയമില്ല. പിന്നെ ഇപ്പോഴത്തെ ഈ പറഞ്ഞ വിഷയങ്ങൾ, ഇപ്പം മമ്മൂട്ടിയുടെ പുറത്തല്ലല്ലോ പലതുപോലെ ആക്രമണങ്ങൾ വരുന്നില്ലേ, അതൊരു സോഷ്യൽ മീഡിയയുടെ, നേരത്തെ ജയം പറഞ്ഞ പോലെ ഒരു പണിയില്ലാത്തിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പണി വേണ്ടേ? അപ്പം ഈ ചന്ദ്രൻ ഉദിച്ച് നിൽക്കുമ്പോൾ കുറെ നായ്ക്കൾ കുരയ്ക്കും. അത് കുരയ്ക്കട്ടെ, എന്നിട്ട് ചന്ദ്രനോട് ഉദിക്കാതെ പോവാണോ? അല്ലല്ലോ, അത് ഉദിച്ചു നിന്നോളും. ഇവൻ കുരച്ചോണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അവന്റെ ഭാഗം കഴിക്കുമ്പോൾ കുര നിർത്തും. അത്രേ ഉള്ളൂ. അത് നമ്മൾ ആ വില കൊടുത്താൽ മതിയായിരുന്നു, നായയുടെ വില കൊടുത്താൽ മതിയായിരുന്നു. അദ്ദേഹത്തെ കണ്ട് മറ്റുള്ളവർ വളരാൻ ആഗ്രഹിക്കേണ്ട രീതിയിൽ അദ്ദേഹം വളർന്നിരിക്കുകയാണ്. ഇന്ന് തമ്പിച്ചേട്ടൻ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വെറൈറ്റി വേഷങ്ങൾ ഈ പ്രായത്തിലും ഇത്രയും വെറൈറ്റിയോടെ ഇത്രയും ഭംഗിയായിട്ട് ഓരോ മാനറിസംസ് എടുത്തു നോക്കും ഓരോ സിനിമയും. ഈ അടുത്ത് വന്ന സിനിമ, ഞാൻ ഈ അടുത്ത സിനിമകളിലൊന്നും അദ്ദേഹത്തിന്റെ കൂടെ ഇല്ല, പക്ഷെ 5-6 പ്രാവശ്യം ഞാൻ ഇന്ന് സിനിമ കാണുമ്പോൾ നമുക്ക് ഗുണപാഠമാണ് എങ്ങനെ അഭിനയിക്കണം. അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളിലെ മാനറിസംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എടുക്കുന്ന എഫേർട്ട്, ആ ബ്രെയിൻ യൂസ് ചെയ്യുന്ന അത്രമാത്രമുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനെ ഈ കോർണർ ചെയ്യുന്നതല്ല ഇത്. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, നിങ്ങളൊരു 10 പേര് ഒരിടത്തിരിക്കുകയാണ്, നിങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പം empty vessels makes noise എന്ന് പറയും. എന്താണെന്നറിയാവോ, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, അപ്പൊ എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ കിടന്ന് കുറെ ബഹളം വെക്കും. അപ്പൊ എല്ലാവരും കൂടെ അവനെ എങ്ങനെ നോക്കും? ഇത് ശ്രദ്ധ കിട്ടാൻ വേണ്ടി ആരോ ചെയ്തതായിരിക്കാനേ സാധ്യതയുള്ളൂ. അല്ലാതെ ഇതൊന്നും സത്യസന്ധമായി ഒന്നും മമ്മൂക്കയോടൊന്നും പ്രതികരിക്കാൻ സത്യം ചിന്തിക്കുന്നവർക്ക് പറ്റില്ല. ഇത് വെറുതെ empty vessels makes noise, that's all. ഞാൻ അവര് സിനിമാ ലോകത്ത് എൻ്റെ 5ാമത്തെ സിനിമയാണ്, പക്ഷെ എൻ്റെ ആദ്യത്തെ സംരംഭമാണ് മായമ്മ. ഈ 5 പടത്തിന് മുമ്പ് തന്നെയാണ് ഞങ്ങളുടെ മായമ്മയുടെ പ്രവർത്തനം തുടങ്ങിയത്. എൻ്റെ ഒരു മുൻഷിമാഷ് എന്ന കഥാപാത്രത്തോടെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. തന്നതിൽ രമേശോട് നന്ദി അറിയിക്കുന്നു. എല്ലാവരും ഈ പടം തിയേറ്ററിൽ പോയി കാണാൻ ഞങ്ങളൊരു വലിയ പ്രതീക്ഷയാണ് അങ്ങോട്ട് ഏൽപ്പിക്കുന്നത്. അതുപോലെ തിരിച്ച് ഞങ്ങൾ പ്രതീക്ഷിക്കും. നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് അരുൺ ഉണ്ണിയാണ്. ഒറ്റപ്പാലം സ്വദേശിയാണ്. നേരത്തെ സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളും കൂടെയാണ്. അരുണിന്റെ വാക്കുകൾ. നമസ്കാരം, എൻ്റെ പേര് അരുൺ ഉണ്ണി. എനിക്കിവിടെ വീട്ടിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ ഒന്നും പറയാനില്ല, എല്ലാം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഈ ഒരു വേഷം തന്നിട്ടുള്ള രമേശ് സാർ, ഒരുപാട് നന്ദി. എന്നെ ഈ സിനിമയിലോട്ട് എത്തിച്ച എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് എൻ്റെ പാരൻസിനോട് ഒരുപാട് നന്ദി. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണാൻ ശ്രമിക്കുന്നു. ഒരു കൂട്ടം പുതുമുഖങ്ങളുടെ അരങ്ങേറ്റം കൂടിയാണ് ഈ സിനിമ. അപ്പൊ അതിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ജയചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഈ ആരോപണങ്ങൾ കൊണ്ട് ദയവായി തകർക്കാതിരിക്കുക എന്നൊരപേക്ഷ എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് എല്ലാവർക്കും പറയാനുണ്ട്. അടുത്തതായിട്ട് ഇതിലെ നായിക അങ്കിത വിനോദ്. വലിയൊരു അംഗീകാരം തന്നെയാണ് മായമ്മ നടന്ന സിനിമ. കഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ എന്റെ രീതിക്ക് ഞാൻ നന്നായി കഷ്ടപ്പെട്ടു. അതിന്റെ ഫുൾ സപ്പോർട്ട് സാർ തന്നെയായിരുന്നു. സാറ് ഓഡിയോ ലോഞ്ചിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മായമ്മ സാറിന്റെ മകളാണ്. എന്റെ ഒരു മകളെ പോലെയാണ് സാർ ത്രൂഔട്ട് കൊണ്ടുപോയത്. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഈ വ്രതമെടുത്തിട്ടാണ് ഈ നാഗക്കളം അതെല്ലാം ചെയ്യുന്നത്. ഓരോ സീനിലും സാറിൻ്റെ അടുത്ത് വന്ന് കഥ പറയുമ്പോൾ എനിക്ക് എന്താ പറയുന്നതെന്നറിയില്ല. ഞാൻ എൻ്റെ ലൈഫിലെ ഒരു ചേഞ്ചാണ്. സീരിയലിട്ട് സിനിമയിലേക്ക് ഞാൻ വന്ന് ചെയ്യുന്ന ഒരു മൂവിയാണ്. അപ്പോൾ എന്താ പറയുന്നതെന്നറിയില്ല. ഭയങ്കര സന്തോഷമാണ്. വാക്കുകൾ കിട്ടുന്നില്ല. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണാം. ഇതിനകത്തൊരു ക്ലാസിക്കൽ ലവ് സോങ് ഉണ്ട്, ഒരു ബ്ലോ പാട്ട്, ഒരു നാവൂർ പാട്ട്, ഒരു പാട്ട്. കാതരമിഴിയണകളിടയും തരളിതമമനമതിലറിയും പറയാനിനി എഴുതാമതു അനുപദമതികരഗലയ സുരഭിലയാമും കാതരമിഴിയണകൾ ഇടയും. ഇതിനകത്തുള്ള ഒരു ക്ലാസിക്കൽ ലവ് സോങ്. അതിനുശേഷം
വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം ചെയ്യുകയാണ്. അപ്പോൾ ഈ സിനിമ എല്ലാവർക്കും കുടുംബസമേതം വളരെ ധൈര്യത്തോടെ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും എന്ന് ഉറപ്പുണ്ട്. ഇതില് ഒരുപാട് നാളുകളായിട്ട് മലയാള സിനിമയിൽ നമ്മൾ മിസ് ചെയ്യുന്നു എന്ന് പറയുന്ന പല കാര്യങ്ങളും ഇതിലുണ്ട്. നമ്മുടെ കേരള തനിമ, നമ്മുടെ ട്രഡീഷൻ, പിന്നെ ബന്ധം, ആളുകൾ തമ്മിലുള്ള ഒരു ബന്ധം, അതിൻ്റെ ഒരു ഡെപ്ത് ഒക്കെ വളരെ നന്നായിട്ട് ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. അത് വളരെ നന്നായിട്ട് വരും എന്ന് ഉറപ്പുണ്ട്. നല്ലൊരു ടീം വർക്കാണ് ഇതിലുള്ളത്. ഇതിൽ വർക്ക് ചെയ്ത ഓരോരുത്തരും ഇന്ന ജോലി എന്ന് വേർതിരിക്കാതെ എല്ലാവരും കൂട്ടായിട്ട് എല്ലാ ജോലിയും ചെയ്ത് കൂട്ടത്തോടെ ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. കഥാപാത്രത്തിനെതിരെ വില്ലനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഡയറക്ടർ എൻ്റെ അടുത്ത് വന്ന് ഒരു വില്ലനാണെന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു പരീക്ഷണത്തിന് തയ്യാറായ അദ്ദേഹത്തോട് നന്ദിയുണ്ട്. അതോടൊപ്പം ഇങ്ങനൊരു നമുക്ക് എന്താ പറയുക, പഴയകാല നമ്മുടെ നാട്ടുപ്രദേശങ്ങളൊക്കെ ചിത്രീകരിക്കുന്ന ഒരു സിനിമയാണ്, ചിത്രീകരിച്ച ഒരു സിനിമയാണ്. പുതിയ തലമുറയ്ക്ക് എല്ലാവർക്കും കാണാനുള്ള ഒരു അവസരമാണ് മായമേൽ ഇവിടെ നമുക്ക് വരുന്നത്. തീർച്ചയായും ഇത് വിജയിക്കേണ്ടത് ഇതിൽ പങ്കെടുത്തവരുടെയും അതോടൊപ്പം ഇനിയും ഇത് പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ സംവിധാനം ചെയ്യാൻ പോകുന്ന അവർക്കും ഇതൊരു പ്രചോദനമായി മാറും. തീർച്ചയായും എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. രണ്ട് മൂന്ന് വിമർശനങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, പണ്ടത്തെ സിനിമകളിലൊക്കെ അച്ഛനും അമ്മയും അമ്മാവനോ അമ്മായിയൊക്കെ സിനിമകളിലുണ്ടാവും, ഇപ്പോഴത്തെ സിനിമകളിൽ ഇല്ല എന്ന് പറയാറുണ്ട്. പക്ഷെ ഈ സിനിമയില് ഈ പറയുന്ന പോലെ അച്ഛനും അമ്മാവനും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഇടപെടലുകൾ വളരെ പരിമിതമായിട്ട്, കാരണം ഈ ഒരു മുൻകാലത്തെ ഒരു സബ്ജക്റ്റ് ആണ് പറയുന്നതെങ്കിൽ പോലും അവരുടെ ട്രീറ്റ്മെന്റ്, ആ സ്ക്രിപ്റ്റിന്റെ ട്രീറ്റ്മെന്റ് ഒരു പുതിയ തലമുറയുടെ രീതിയിൽ തന്നെയാണ്. കാരണം ഇൻസിഡന്റ് ബേസ്ഡ് ആയിട്ട്, കാരണം നമുക്കൊക്കെ അറിയാം മുമ്പ് ഒരു ഏരിയ ബേസ്ഡ് ആയിട്ട് കഥ പറഞ്ഞു പോകുന്നതിന് അപ്പുറത്തോട്ട് ഇപ്പം സിനിമകളെല്ലാം ഓരോ ഇൻസിഡന്റ് ബേസ്ഡ് ആണ്. ഒരു ഇൻസിഡന്റിനെ കേന്ദ്രീകൃതമാക്കി എടുത്തുകൊണ്ട് ഒരു സബ്ജക്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നു. അതിന്റെ തുടക്കം തൊട്ട് ഒടുക്കം വരെ ആ ഇൻസിഡന്റ് കംപ്ലീറ്റ് ആകുമ്പോൾ ആ സിനിമ തീരുകയാണ്. ഇതും അതുപോലെ തന്നെയാണ്. ഒരു സ്ത്രീപക്ഷ സിനിമ, ഒരു സ്ത്രീ ശാക്തീകരണം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സഞ്ചാരപഥത്തിൽ നമുക്ക് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ജാതീയമായിട്ട് ആൾക്കാരെ ധ്രുവീകരണത്തിലോട്ട് തള്ളിവിടുന്ന ഒരു രീതി. ഇതിനകത്തും വർണ്ണം തന്നെയാണ് വിഷയം, ജാതി തന്നെയാണ്. കാരണം ഒരു മുള്ളോ പെൺകുട്ടി ഒരു നമ്പൂരി യുവാവിനെ കെട്ടുന്നു. ഇതിനുശേഷം ഇവരുടെ ലൈഫിൽ ഈ ജാതീയ വ്യത്യാസം തന്നെയാണ് ഇവരുടെ ലൈഫിനെ ബാധിക്കുന്നത്. ഇവരൊരു ഉയർന്ന ജാതിയിൽപ്പെട്ട കുറച്ചു പേരുടെ സ്ഥലത്തെത്തുകയും അവിടെ നിന്ന് രക്ഷ കിട്ടി വേറൊരു സ്ഥലത്തെത്തുകയും ഇതിനുശേഷം ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളാണ് സിനിമയിലുള്ളത്. അപ്പം ഒരു പക്ഷേ ഇത് സമൂഹത്തിന്റെ മുമ്പിൽ ഒരു എന്താ പറയാ, ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ഒരു ഇന്റർപ്രിട്ടേഷൻ കൂടെ നടത്താൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. എന്തായാലും നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ മുമ്പിൽ ഈ സിനിമ നല്ല രീതിയിൽ എല്ലാവരും കാണാൻ ഇടയാവട്ടെ എന്നുള്ളതാണ്. അതിന് എന്ത് ഈ പറയുന്ന പോലെ നബിചനെ അഭിനയിപ്പിച്ചതിൽ ആര് എന്ത് പ്രതികരിച്ചാലും, അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചാലും, എങ്ങനെ വ്യാഖ്യാനിച്ചാലും ആ വ്യാഖ്യാനങ്ങളൊക്കെ എൻഡ് ഓഫ് ദ ഡേ സിനിമയുടെ കളക്ഷൻ നല്ല രീതിയിൽ ബാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഒരു കുറെ കാലഘട്ടത്തിന് മുമ്പ് നടക്കുന്ന ഒരു കഥയാണ് മായമ്മ. ഇന്നത്തെ ഒരു മോഡേൺ യുഗത്തിന് മുമ്പ്, അതായത് മൊബൈൽ പോലും വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥ. അപ്പൊ കേരളത്തിൽ എവിടെയാ ഗ്രാമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളം എന്ന് മൊത്തത്തിൽ ഒരു സിറ്റി ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. കാസർഗോഡ് മുതൽ പാലക്കാട് വരെ യാത്ര ചെയ്യുമ്പോൾ ഒരൊറ്റ സിറ്റി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ കാണാം. പക്ഷെ എങ്കിൽ പോലും ആ സിറ്റിയിൽ നിന്നും കുറച്ച് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പൊ പാലക്കാട് നഗരത്തിൽ നിന്ന് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഗ്രാമങ്ങളുണ്ട്, പ്രത്യേകിച്ചും പൊള്ളാച്ചി ആ വഴികളിലൊക്കെ. അതുപോലെ തന്നെ മധ്യ തിരുവിതാംകൂറിലും തിരുവല്ല അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി അവിടെ നിന്നൊക്കെ അകത്തേക്ക് പോകുന്ന ഗ്രാമങ്ങളുണ്ട്. അപ്പൊ അത്തരം ഗ്രാമങ്ങളിൽ ഇപ്പൊ ഗ്രാമങ്ങൾ പോലും ഇപ്പൊ വളരെ മോഡേൺ ആയിപ്പോയി.
ഒരു ഗ്രാമീണത എന്ന് പറയുന്നത് പോലും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ അതുകൊണ്ടായിരിക്കാം ഇതിന്റെ സംവിധായകനും തിരക്കഥാകൃത്തുമായ രമേഷ് കുമാർ ഇതിനെ കുറച്ച് കാലഘട്ടത്തിൽ പിന്നിലേക്ക് കൊണ്ടുപോയത്. കുറച്ചുകൂടെ ആ ഗ്രാമീണത കിട്ടാനും ആ ബന്ധങ്ങളുടെ ഒരു ഊഷ്മളത നിലനിർത്താനും വേണ്ടിയായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിന് പുറകിലുള്ളൊരു കഥ, ഒരു പുള്ളുവനും ആ പുള്ളുവ പെൺകുട്ടി, പുള്ളുവന്റെ മകളും മറ്റൊരു ഗ്രാമത്തിൽ നിന്ന് പലായനം ചെയ്ത് ഒരു പുതിയ ഗ്രാമത്തിലെത്തുന്നു. അവിടെ അവരൊരു വേരുറപ്പിക്കാൻ ശ്രമിക്കുന്നു. അവിടെ അവർക്ക് സഹായമായി നൽകുന്ന ഒരു നമ്പൂരി ഇല്ലം, ആ ഇല്ലത്തിലെ ഒരു ഇളയ തലമുറയിൽപ്പെട്ട ഒരു പയ്യനുമായിട്ട് ആ പെൺകുട്ടി പ്രേമത്തിലാവുന്നു. പിന്നെ അത് ഉണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ എങ്ങനെ ആ കുട്ടി തരണം ചെയ്യുന്നു, അല്ലെങ്കിൽ ആ തരണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കുട്ടിയെ എങ്ങനെ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. ഒരു നല്ല രീതിയിലുള്ള ഒരു തിരക്കഥ, അതിന്റെ ചിത്രീകരണം, ഇത്രയും കഴിഞ്ഞ് ഒരു സാധാരണ സിനിമ എന്ന രീതിയിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു പുള്ളുവ പെൺകുട്ടിയും നമ്പൂതിരി യുവാവും തമ്മിലുള്ള പ്രണയം, ആ പ്രണയത്തെ തുടർന്ന് ഈ പെൺകുട്ടിക്ക് സാമൂഹികമായും പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതിൽ നിന്ന് ആ പെൺകുട്ടി കരകയറുന്നത്, ആ പുള്ളുവ പെൺകുട്ടിയുടെ സ്ത്രീത്വത്തിനെ വരെ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ള ഒരു പോരാട്ടത്തിലൂടെ, സ്ത്രീത്വത്തിനും അഭിമാനത്തിനും വേണ്ടിയുള്ള അവളുടെ പോരാട്ടത്തിലൂടെ വികസിക്കുന്ന തരത്തിലാണ് ഈ കഥ ഉള്ളത്. അതില് ഞങ്ങൾക്ക് വളരെയധികം വിഷമകരമായിട്ടുള്ള അല്ലെങ്കിൽ സങ്കടകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ അടുത്ത സമയത്തായിട്ട് ഉണ്ടാവുകയുണ്ടായി. ഈ സോഷ്യൽ മീഡിയ വഴി ഉണ്ടായിട്ടുള്ള സൈബർ ആക്രമണം എന്ന് തന്നെ അതിന് പറയാം. അത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. കാരണം ഇതില് അഭിനയിച്ചിരിക്കുന്നവര് എല്ലാവരും വളരെ പ്രശസ്തരും എല്ലാ കേരളീയർക്കും വ്യക്തമായിട്ട് അറിയുന്ന ആൾക്കാരുമാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ശ്രീ തമ്പി സാറാണ്. അപ്പൊ തമ്പി സാറിനെ ഇതിൽ അഭിനയിപ്പിച്ചതിനെതിരെയാണ് ആദ്യത്തെ ആക്രമണം വന്നിട്ടുള്ളത്. തമ്പി സാറ് ഒരു പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥയിലൊന്നുമല്ല തമ്പി സാർ ഈ സിനിമയിലോട്ട് വന്നിട്ടുള്ളത്. തികച്ചും എന്നോടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ താല്പര്യം, വളരെ വർഷങ്ങളായിട്ട് പരസ്പരം അറിയാവുന്ന ഒരു രണ്ട് വ്യക്തിത്വങ്ങൾ എന്ന നിലയിൽ എന്നോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് മാത്രമാണ് തമ്പി സാർ ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. ഒരു കലാകാരൻ എന്ന നിലയിൽ ഒരു കഥാപാത്രമായിട്ട് മാത്രമാണ് സാർ ഇതിൽ അഭിനയിച്ചത്. എന്നാൽ സോഷ്യൽ മീഡിയകളിലും മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ, സോഷ്യൽ മീഡിയകളിലൂടെ ഉണ്ടായിട്ടുള്ള ആരോപണം വളരെ മോശകരമായിട്ടുള്ളതായിരുന്നു. ആ സിനിമയിൽ സാർ ഉപയോഗിച്ച കോസ്റ്റ്യൂമിന്റെ കളർ വരെ എടുത്തു പറഞ്ഞ് തീരെ സഭ്യമല്ലാത്ത രീതിയിലുള്ള ആക്രമണമാണ് നടന്നിട്ടുള്ളത്.